ഹലോ എവ്രി വൺ. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എൻ്റെ പേര് ഗൗരി എസ് നമ്പൂതിരി എന്നാണ്. സോ നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചു തുടങ്ങാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് നമ്മൾ ബേസിക്കലി എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ എന്തല്ല സൈക്കോളജി എന്നുള്ള കാര്യവും അതേപോലെ സൈക്കോളജിയുടെ ഒരു എവല്യൂഷനെ പറ്റിയും അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പോർഷൻസേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് എന്താണ് സൈക്കോളജി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് വട്ടം കേൾക്കുന്ന ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആയിരിക്കും സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പല സൈക്കോളജിക്കൽ കോൺസെപ്റ്റുകളും നമ്മൾ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് സൈക്കോളജിയെ പറ്റി ഒരുപാട് മിസ്കൺസെപ്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. മിസ്കൺസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോളജി പഠിച്ചു അല്ലെങ്കിൽ സൈക്കോളജി അറിയാം എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ആദ്യം കേൾക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് എന്താണ്? ഓ, നിങ്ങൾ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്നവരല്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വട്ടുള്ളവരെ ചികിത്സിക്കുന്നവരല്ലേ എന്നുള്ളതാണ്. അതെന്താണ്? ഒരു മിസ്കൺസെപ്ഷനാണ്. ഭ്രാന്തുള്ളവരെയും വട്ടുള്ളവരെയും ഒന്നും മാത്രം ചികിത്സിക്കുന്ന ആൾക്കാരല്ല സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി അറിയുന്നവരോ സൈക്കോളജിസ്റ്റുകളോ. പിന്നെ കേൾക്കുന്ന ഒരു മിസ്കൺസെപ്ഷൻ എന്താണ്? പക്ഷെ ഒരു കാര്യം കൂടി ഒന്നുകൂടി പറഞ്ഞോട്ടെ. നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള മെന്റൽ ഡിസോർഡേഴ്സിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഒരു സൈക്കോളജിസ്റ്റിന്റെ ജോലി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു മിസ്കൺസെപ്ഷൻ ആണ് സൈക്കോളജിസ്റ്റുകൾക്ക് മനസ്സ് വായിക്കാൻ പറ്റും. അവര് മറ്റേ മുഖം നോക്കി നമ്മളുടെ ഭാവി പറയും, ഭൂതം പറയും, ഇഷ്ടപ്പെട്ട വർത്തമാനം പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു വാദമുണ്ട്. സൈക്കോളജിസ്റ്റുകൾക്ക് എന്താണ് അങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നോക്കി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് വായിച്ചെടുക്കാനൊന്നും കഴിവുള്ളവരല്ല സൈക്കോളജിസ്റ്റുകൾ. പിന്നെന്താണ്? സൈക്കോളജിസ്റ്റുകൾ വെറും ഉഡായിപ്പാണ്, അല്ലെങ്കിൽ അവരെന്താണ് മറ്റേ ജ്യോതിഷന്മാരെ പോലെയാണ്, അല്ലെങ്കിൽ മറ്റേ കൈ നോക്കി ഇങ്ങനെ ഭാവി പറയുന്ന ആൾക്കാരെ പോലെയാണ്, അത്രയൊക്കെ കാര്യമേ ഉള്ളൂ, അതൊന്നും ഒരു സയൻസ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇതും എന്താണ്? ഒരു മിസ്കൺസെപ്ഷൻ ആണ്. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് തന്നെയാണ്. സോ ഈ മിസ്കൺസെപ്ഷൻസ് ഒക്കെ സൈക്കോളജിയെ പറ്റി നിലനിൽക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതാണ് മിസ്കൺസെപ്ഷൻ എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും യഥാർത്ഥ സൈക്കോളജി? സൈക്കോളജി എന്ന് പറയുന്നത് 1870s ഒറിജിനേറ്റ് ചെയ്ത ഒരു ബ്രാഞ്ചാണ്. സൈക്കോളജി എന്ന് പറയുന്ന ടേം തന്നെ വരുന്നത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. സൈക്കേ എന്നും ലോഗോസ് എന്നും പറയുന്ന രണ്ട് പദങ്ങളിൽ നിന്ന്. ഇതിനകത്തുള്ള സൈക്കേ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾ എന്നാണ് അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവ്, സോള് എന്നൊക്കെയാണ് സൈക്കേ എന്ന് പറയുന്ന ടേമിന് അർത്ഥം വരുന്നത്. ലോഗോസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ടു സ്റ്റഡി അല്ലെങ്കിൽ നോളജ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ അത് ഒന്നിച്ച് ചേർക്കുമ്പോൾ എന്താണ്? സൈക്കോളജി ഈസ് ഫസ്റ്റ് കൺസിഡേർഡ് ആസ് ദി സ്റ്റഡി ഓഫ് സോൾ എന്നായിരുന്നു. പിന്നീട് എന്താ പറ്റി? ഒരു mid-19th സെഞ്ച്വറിയോടൊക്കെ അടുപ്പിച്ച് സൈക്കോളജി ഒരു ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആയിട്ട്, ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സൈക്കോളജിക്ക് എന്താണ് അവിടെ തൊട്ട് ഗ്രാജുവൽ ആയിട്ടൊരു ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. സോ വില്യം വൂണ്ട് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആദ്യമായിട്ട് സൈക്കോളജിയുടെ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തത്. അതായത് സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വെറുതെ സയൻസ് എന്ന് പറഞ്ഞാൽ മതിയോ? അവിടെ എന്താണ്? എക്സ്പെരിമെന്റ്സ് നടക്കണം. സോ അത്തരത്തിൽ എക്സ്പെരിമെന്റ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ലബോറട്ടറി, സൈക്കോളജിക്കൽ ലബോറട്ടറി തുടങ്ങിയത് വില്യം വൂണ്ട് 1879 എവിടെയാണ് ഇത് തുടങ്ങിയത്? ജർമ്മനിയിലുള്ള ലിപ്സിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് തുടങ്ങിയത്. സോ വില്യം വൂണ്ടിനെയാണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു ലബോറട്ടറി ഒക്കെ തുടങ്ങിയത്. സോ അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് പറയപ്പെടുന്നത്. സോ നിങ്ങൾ ചോദിക്കും, മോഡേൺ സൈക്കോളജി അല്ല വെറും ഫാദർ ഓഫ് സൈക്കോളജി എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ള പേരാണ് അവിടെ എഴുതേണ്ടത്. സോ അദ്ദേഹം എന്ത് ചെയ്തു, അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റിയൊക്കെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്, അതായത് അത്ര ലബോറട്ടറി എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അത്ര സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരാത്ത കാര്യങ്ങളെ പറ്റിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. ബട്ട് സ്റ്റിൽ വി കൺസിഡർ സിഗ്മണ്ട് ഫ്രോയിഡ് ആസ് ദി ഫാദർ ഓഫ് സൈക്കോളജി. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വില്യം വൂണ്ട് എന്ന് അതിന് ആൻസർ എഴുതണം. സോ ഇനി നമ്മൾ സൈക്കോളജിയുടെ ഒറിജിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാണ്. സോ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് സൈക്കോളജിസ്റ്റുകൾ തമ്മിൽ ഭയങ്കര ഡിബേറ്റ് ആയിരുന്നു. സൈക്കോളജി എന്ന് പറയുന്നത് മൈൻഡിനെ പറ്റി പഠിക്കണോ, അതായത് മനസ്സിനെ പറ്റി പഠിക്കണോ, അതോ സോളിനെ പറ്റി പഠിക്കണോ, അതോ ഇനി ബിഹേവിയറിനെ പറ്റി പഠിക്കണോ, അതോ നമ്മളുടെ കോൺഷ്യസ്നെസ്, അതായത് നമ്മളുടെ ബോധ മനസ്സ് എന്നൊക്കെ പറയില്ലേ, ആ ബോധ മനസ്സിനെ പറ്റി പഠിക്കണോ, മനസ്സിനെ പറ്റി പഠിക്കണോ, ബിഹേവിയറിനെ പറ്റി പഠിക്കണോ, ഇതൊന്നുമല്ല സോളിനെ പറ്റി പഠിക്കണോ. പണ്ടത്തെ ഡെഫിനിഷൻ എന്തായിരുന്നു, ഇറ്റ്സ് ദി സയൻസ് ഓഫ് സോൾ അല്ലെങ്കിൽ ടു സ്റ്റഡി ദി സോൾ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പണ്ട് സൈക്കോളജിയെ ഫിലോസഫേഴ്സ് ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. സോ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു സൈക്കോളജിയിൽ എന്ത് പഠിക്കണം, ഏത് പഠിക്കണം. പക്ഷെ വന്ന ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം എന്താണ്, ഈ പറഞ്ഞ പോലെ മൈൻഡ്, കോൺഷ്യസ്നെസ്, സോള്, ഇതിനെയൊക്കെ എന്താണ് വേഗമായിട്ട് ചുമ്മാ പറയാമെന്നുള്ളതേ ഉള്ളൂ, നമുക്ക് കാണിച്ചു കൊടുക്കാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് എവിടെയാണ്, സോൾ എവിടെയാണ്, അത്തരത്തിലൊക്കെ ചോദിച്ചാൽ എന്താണ്, സയൻസിന് എല്ലാത്തിനും എന്ത് വേണം, കൃത്യമായ ഉത്തരം വേണം. പക്ഷെ മറ്റ് ഫിലോസഫിക്കൽ ബ്രാഞ്ചുകൾക്കൊന്നും എന്താണ് അത്തരത്തിലുള്ള ഒറിജിനൽ അല്ലെങ്കിൽ പ്രോപ്പർ ഉത്തരം വേണമെന്നൊന്നുമില്ല. സോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ഈ ക്രിറ്റിസിസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, സൈക്കോളജിയുടെ ഒരു പ്രോപ്പർ ഡെഫിനിഷനിലേക്ക് നമ്മൾ എത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിയുടെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻസിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെ വരാനായിട്ട് തുടങ്ങി. അതായത് എല്ലാ ആൾക്കാരും വന്ന് സൈക്കോളജിയെ പറ്റി ഡിഫൈൻ ചെയ്യാനും സൈക്കോളജിയുടെ വേരിയസ് ആസ്പെക്റ്റിനെ പറ്റി ഡിഫൈൻ ചെയ്യാനും ഒക്കെ തുടങ്ങി. സോ ആദ്യം വന്ന ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന ഒരു ഡെഫിനിഷനാണ് സൈക്കോളജി ഈസ് ദി സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയറിനെ പറ്റി, സ്വഭാവത്തെ പറ്റിയും അയാളുടെ മാനസികമായ അല്ലെങ്കിൽ ചിന്താ ശേഷികളെ പറ്റിയും അത്തരത്തിലുള്ള പ്രോസസ്സുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് ആദ്യം പറയാനായിട്ട് തുടങ്ങി. പിന്നീട് എന്ത് പറ്റി, പിന്നീട് വന്ന ആൾക്കാർ വീണ്ടും ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ്, അതായത് ഒരാളുടെ സ്വഭാവത്തെ പറ്റിയും മനസ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്ന് പറയാനായിട്ട് തുടങ്ങി. അവിടെയുള്ള പ്രശ്നം എന്താണ്, മൈൻഡ് എന്നുള്ള വാക്ക് വന്നു. മൈൻഡിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഐസെങ്ക് എന്ന് പറയുന്ന ആള് 2004 ഐസെങ്ക് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഒരു പ്രോമിനന്റ് ഫിഗർ ആണ്. സോ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് സൈക്കോളജി എന്ന്. സോ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇറ്റ്സ് എ സയൻസ് ഇൻ വിച്ച് ബിഹേവിയറൽ ആൻഡ് അതർ എവിഡൻസ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്റേണൽ പ്രോസസ്സസ് ലീഡിങ് പീപ്പിൾ ടു ബിഹേവ് ആസ് ദേ ഡു. അതായത് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു സയൻസ് ആണ്, ഒരു സയന്റിഫിക് ഫീൽഡാണ്. അവിടെ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്, ഒരാളുടെ ബിഹേവിയറിനെ പറ്റിയും അതുപോലെ പിന്നെന്താണ് ആ ബിഹേവിയർ കാണിക്കുന്നതിന് പിന്നിലുള്ള ഇന്റേണൽ പ്രോസസ്സ്. ഇപ്പം നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബിഹേവിയറൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇന്റേണൽ പ്രോസസ്സിനെ കൂടി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നത്, ആൾക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ആ ബിഹേവിയറിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അതിന് പിന്നിലുള്ള ഇന്റേണൽ പ്രോസസ്സുകളെ പറ്റി മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയാണ് സൈക്കോളജി എന്ന് ഐസെങ്ക് 2004 പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് സിസറേലി, കൂണാൻ വിറ്റർ അങ്ങനൊക്കെ പറയുന്ന ആൾക്കാർ പിന്നീട് എന്ത് ചെയ്തു, ഈ ഡെഫിനിഷൻ തന്നെ ഒന്നും കൂടി റിഫൈൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനകത്തിൽ വരുന്നത് സൈക്കോളജി ഈസ് ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ് എന്നുള്ളതാണ്.
സോ ഒരു വ്യക്തിയുടെ മെന്റൽ പ്രോസസ്സിനെ പറ്റി, അതായത് അയാൾ ചിന്തിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, അല്ലാണ്ടുള്ള റീസണിങ് സ്കിൽസ്, ഇതൊക്കെയാണ് മെന്റൽ പ്രോസസ്സസ് എന്ന് നമ്മൾ പറയുന്ന കാര്യം. നമ്മൾ വെറുതെ ഒരു ഡിസിഷൻ എടുക്കുന്നത്, ഇതൊക്കെ എന്താണ്, ഇതിന് പിന്നിലൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബ്രെയിനിൽ. സോ അത്തരത്തിലുള്ള മെന്റൽ പ്രോസസ്സുകളെ പറ്റിയും ഒരാളുടെ ഓവറോൾ ബിഹേവിയറിനെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൈക്കോളജി എന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈക്കോളജി പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, നമ്മളുടെ ഗോൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരാളുണ്ട്, ഇപ്പൊ സുഗു എന്ന് പറയുന്ന ഒരാളുണ്ട്. സുഗു എന്ന് പറയുന്ന ആളുടെ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, അതായത് അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അയാൾ ആ ബിഹേവിയർ കാണിക്കുന്നത്, എന്താണ് അയാളുടെ ബിഹേവിയർ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, എന്തുകൊണ്ടാണ് അയാൾ ആ ഒരു ബിഹേവിയർ കാണിക്കുന്നത്, വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണം. സോ സുഗുവിന്റെ ബിഹേവിയർ എന്താണെന്നും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അത് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, പ്രെഡിക്റ്റ് ചെയ്യണം, നാളെ സുഗു എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം വെച്ച് സുഗു ഇനി വരുന്ന സമയങ്ങളിൽ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പ്രെഡിക്റ്റ് ചെയ്താൽ മാത്രം മതിയോ? ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ സുഗു എന്ന് പറയുന്ന പേര് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, സുഗു ഭയങ്കര ദേഷ്യക്കാരനാണ്. സോ നമ്മൾ സുഗുവിന്റെ ദേഷ്യം ഡിസ്ക്രൈബ് ചെയ്യാണ്. സുഗുവിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സുഗു എല്ലാരെയും അടിക്കും, സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സുഗുവിന്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്തു. ഇനി നമ്മൾ വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ചിലപ്പോൾ എന്താണ്, സുഗു വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സുഗുവിന്റെ ബ്രെയിനിൽ ഈ പറയുന്നത് പോലെ ഒരു ട്യൂമർ ഉണ്ട്, അതുകൊണ്ടാണ് സുഗു ഇത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് നാളെയും അല്ലെങ്കിൽ ഇനി വരുന്ന ആ ഒരു ട്യൂമർ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം, ആ ട്യൂമർ റിമൂവ് ചെയ്യാത്തിടത്തോളം കാലം സുഗു ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കൂടുതലായിട്ട് കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ സുഗു എന്താണ്, ആൾക്കാരെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യും. പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെറുതെ മിണ്ടാതിരിക്കോ? നമ്മൾ എന്ത് ചെയ്യും, സുഗുവിന്റെ ആ ഒരു ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയറിനകത്തിൽ ഈ സുഗു കാണിക്കുന്ന അഗ്രസീവ് ബിഹേവിയറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം, ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ സൈക്കോളജിയിൽ മെയിൻലി നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. നമ്മളുടെ മുന്നിൽ വരുന്ന ഒരാളെ, അയാളുടെ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും അയാളുടെ ബിഹേവിയറിൽ ഒരു നല്ല ഇൻഫ്ലുവൻസ്, ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് സൈക്കോളജിയിൽ ഒരുപാട് ബ്രാഞ്ചസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ഡിസോർഡേഴ്സിനെ പറ്റി, ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു ബ്രാഞ്ചാണ്, ഒരു ശാസ്ത്ര ഉപശാഖയാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ കൺസീവ് ആവുന്ന സമയം തൊട്ട് മരണം വരെ ഒരാളുടെ ജീവിത ചക്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും, അവരുടെ ആ ജീവിത ചക്രത്തിൽ അവരുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്ന സൈക്കോളജിയുടെ മറ്റൊരു ഉപശാഖയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് വരും, എങ്ങനെ പഠിക്കണം, എത്ര നേരം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും, കോൺസെൻട്രേഷൻ പവർ, അറ്റൻഷൻ എങ്ങനെ കൂട്ടാം എന്നൊക്കെ ഉള്ളത്. സോ അത്തരത്തിലുള്ള ഡിഫറെന്റ് സയന്റിഫിക് സ്റ്റഡീസ് നമ്മൾ നടത്തുന്നുണ്ട്. അതായത് ഇപ്പം എഡ്യൂക്കേഷണൽ മേഖലയിൽ ഇപ്പൊ കുട്ടികളിലെ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ കുട്ടികളുടെ അറ്റൻഷൻസ്, കുട്ടികളുടെ കോൺസെൻട്രേഷൻ, ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ സയന്റിഫിക് ആയിട്ട് പഠിക്കുകയും അതിനെപ്പറ്റി ഒരുപാട് റിസർച്ചുകൾ നടത്തുകയും ചെയ്യുന്ന സൈക്കോളജിയുടെ ഒരു ഉപശാഖയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് സോഷ്യൽ സൈക്കോളജി. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ ആനിമൽ ആണ്. സോ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു, സമൂഹത്തിൽ നമ്മളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയർ വീട്ടിലിരിക്കുന്നത് പോലെയാണോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ. സോ ആ ചേഞ്ച് നമ്മളെ സൊസൈറ്റി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മളുടെ ബിഹേവിയറിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്.
പിന്നെ അടുത്തതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ ബയോളജിക്കൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മളുടെ കോഗ്നിറ്റീവ് സൈക്കോളജീസ് നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്ന ചേഞ്ചസ്, അതായത് ബ്രെയിനിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസിനെ പ്രോസസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താണ് ഇൻഫർമേഷൻസ് പറയുകയാണ്, സോ നിങ്ങളുടെ ബ്രെയിൻ ഇത് കേൾക്കുമ്പോൾ എന്താണ്, ഒരുപാട് മറ്റ് പ്രോസസ്സുകൾ അതിന്റെ പിന്നിൽ കൂടി പോകുന്നുണ്ട്. സോ അത്തരത്തിലുള്ള എന്തൊക്കെ പ്രോസസ്സുകളാണ് ബ്രെയിനിൽ നടക്കുന്നത്, ബ്രെയിനിനെ പറ്റിയും ബ്രെയിനിൽ ഉണ്ടാവുന്ന ഇപ്പം അൾസൈമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ, പാർക്കിൻസൺസ് രോഗങ്ങൾ, അതേപോലെ എന്താണ് നിങ്ങൾ ഓട്ടിസം പോലെയുള്ള രോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള ഒരു അസുഖങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അത്തരത്തിൽ മെയിൻലി ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിസർച്ചുകൾ നടക്കുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ബയോളജിക്കൽ സൈക്കോളജി. ബയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഹോർമോൺസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മളുടെ ബ്രെയിനിൽ നിന്ന് റിലീസ് ആവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസ്, ഇതൊക്കെ എങ്ങനെ നമ്മുടെ സ്വഭാവത്തെ, നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിനെപ്പറ്റിയുള്ള റിസർച്ചുകൾ നടക്കുകയും ചെയ്യുന്ന മേഖലയാണ് ബയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നീട് അടുത്തത് ഹെൽത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയാണ്. ഹെൽത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുമ്പം ഇതേപോലെ ഇപ്പം നമ്മൾ എന്താണ് ആൾക്കാരുടെ ഹെൽത്തിന്, ഇപ്പം വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരിക, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്ത് തന്നെ എങ്ങനെയാണ് എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് അവരുടെ എന്താണ് വഴക്കുകളും കോൺഫ്ലിക്റ്റുകളും ഒന്നും ഇല്ലാണ്ട് ഒരുമിച്ച് എങ്ങനെ ആ ഒരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോവാം, ആ ഒരു വർക്കേഴ്സിന് എങ്ങനെ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അത്തരത്തിലുള്ള റിസർച്ചുകൾ നടക്കുകയൊക്കെ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയുടെ ഭാഗമായിട്ടാണ്. സോ ഇതുപോലെ ഡിഫറെന്റ് ബ്രാഞ്ചസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സൈക്കോളജിയിൽ. ഇതൊക്കെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ സൈക്കോളജിയെ പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനിയാണ് നമ്മൾ റിയലി നമ്മളുടെ ആ ഒരു യഥാർത്ഥ ടോപ്പിക്കിലേക്കും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ സൈക്കോളജിയെ പറ്റി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സൈക്കോളജിയുടെ അപ്രോച്ചസിനെ പറ്റിയാണ്. അതായത് ഡിഫറെന്റ് അപ്രോച്ചസ് ടു സൈക്കോളജി. ഡിഫറെന്റ് അപ്രോച്ചസ് എന്ന് പറയുന്നതിനകത്തിൽ ഡിഫറെന്റ് അപ്രോച്ചിനെ നമ്മൾ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്നും പറയാറുണ്ട്. സ്കൂൾസ് എന്ന് പറയുന്നത് തോട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ആദ്യം ഈ സൈക്കോളജി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു 19th സെഞ്ച്വറിയിലൊക്കെ ഉണ്ടായി വന്ന ഒരു കമ്പാരിറ്റീവ്ലി ന്യൂവർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് മേഖലയാണ്. സോ ഇതിനകത്തിൽ എന്ത് പഠിക്കണം, ഏതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഭയങ്കരമായ കൺഫ്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. സോ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നമ്മൾ ബിഹേവിയറിനെ പറ്റി പഠിക്കണം, അല്ല ചില ആൾക്കാർ വന്നിട്ട് അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകൾ, ചില ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുകൾ, ഫിലോസഫേഴ്സ് ഒക്കെ വന്നിട്ട് പറഞ്ഞു അല്ല നമ്മൾ കോൺഷ്യസ്നെസ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ചില ആൾക്കാർ പറഞ്ഞു അങ്ങനെ നമ്മൾ തരം തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാത്തിനെയും പറ്റിയും പഠിക്കണം. അങ്ങനെ ഓരോ എന്തിനെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ എന്തിനാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നത്, അതാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എന്തൊക്കെ കാര്യങ്ങളിൽ കൂടി കടന്നാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്ന ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നേക്കുന്നത്. സോ ആദ്യത്തേതാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരാളുടെ കോൺഷ്യസ് എക്സ്പീരിയൻസിൽ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിപ്പോ ഒരാളുടെ കോൺഷ്യസ് ആയിട്ടുള്ള, അതായത് ബോധ മനസ്സിനാണ് നമ്മൾ കൂടുതൽ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരാളുടെ ബോധ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതിനെ പറ്റി പഠിക്കണം എന്നാണ് സ്ട്രക്ചറലിസം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ഫങ്ഷണലിസം എന്താണ് പറഞ്ഞത്? നമ്മൾ മെന്റൽ പ്രോസസ്സുകളെ പറ്റി പഠിച്ചാൽ മതി. അതായത് ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ എൻവയോൺമെന്റിനനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അയാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി, എന്താണ് നമ്മളുടെ ആ ഒരു മെന്റൽ പ്രോസസ്സിന്റെ ആ ഒരു എന്തുകൊണ്ട് അതിന്റെ ഫങ്ഷൻസിനെ പറ്റി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഫങ്ഷണലിസ്റ്റുകൾ, അല്ലെങ്കിൽ അത്തരം സ്കൂളാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ എന്ത് ബിഹേവിയർ ആണോ കാണിക്കുന്നത് അത് അയാൾ പഠിച്ചെടുത്തതാണ്. ഏത് ബിഹേവിയർ ഒരാൾ കാണിച്ചാലും അത് അയാൾ ലേൺ ചെയ്തെടുത്തതാണ്. സോ അയാൾ കാണിക്കുന്ന ആ ഒരു ബിഹേവിയറിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് വേറെ അൺകോൺഷ്യസിനെ പറ്റിയോ കോൺഷ്യസിനെ പറ്റിയോ
അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള മെന്റൽ പ്രോസസ്സിനെ പറ്റി ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഒരാളുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയർ, അയാൾ കാണിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന ബിഹേവിയർ, അയാൾ കാണിക്കുന്ന ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്താൽ മതി, അത് അയാൾ പഠിച്ചെടുത്തതായിരിക്കും എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ അല്ലെങ്കിൽ ബിഹേവിയറിസം സ്കൂളിൽ പറയുന്നത്. പിന്നെ അടുത്തതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. ജസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കാര്യത്തിനെ എന്താണ് ഇങ്ങനെ പാർട്ടായിട്ട്, അല്ലെങ്കിൽ ബിഹേവിയർ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ കോൺഷ്യസ് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സ് മാത്രം പഠിച്ചാൽ മതി, അങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മനുഷ്യനെ പറ്റി അല്ലെങ്കിൽ ഒരാളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അയാളെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഒരു പിക്ചർ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു അറ്റം മാത്രം നോക്കിയാൽ മതിയോ? നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഹോൾ പിക്ചർ നമ്മൾ നോക്കണം. അതേപോലെയാണ് ഒരാളെ പറ്റി പഠിക്കുമ്പോഴും നമ്മൾ അയാളെ പറ്റിയുള്ള കംപ്ലീറ്റ് പിക്ചർ മനസ്സിലാക്കണം എന്നാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പറയുന്നത്. പിന്നെ അടുത്തതാണ് സൈക്കോ അനലിറ്റിക് പേഴ്സ്പെക്റ്റീവ്. സൈക്കോ അനലിറ്റിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ അൺകോൺഷ്യസ് മോട്ടീവ്സും ഒക്കെയാണ്. അതായത് നമ്മളുടെ അബോധ മനസ്സെന്നാണെന്ന് തോന്നുന്നു അതിന്റെ ഇംഗ്ലീഷ് വേർഡ്. ആ ഒരു അബോധ മനസ്സും നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകളും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ വേറെ ബിഹേവിയറിനോ അത്തരത്തിലുള്ള നമ്മളുടെ ആ ഒരു അൺകോൺഷ്യസ് എക്സ്പീരിയൻസുകളും നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായ എക്സ്പീരിയൻസുകളുമാണ് ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് സൈക്കോ അനലിറ്റിക് പേഴ്സ്പെക്റ്റീവിൽ പറയുന്നത്. പിന്നെ അടുത്തതാണ് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ എന്താണ്? ഈ പറയുന്നത് പോലെ ഇന്നത് പഠിക്കണം, അത് മാത്രം പഠിക്കണം, അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഒരു ഇന്നേറ്റ് ആയിട്ട്, അതായത് ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, അവർക്ക് വളരണം, അവർക്ക് എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് ബുദ്ധനും അതേപോലെ മഹാവീരനും ഒക്കെ അറ്റൈൻ ചെയ്തതുപോലെ ഒരു ഹയസ്റ്റ് ഫോം ഓഫ് സെൽഫിലേക്ക്, നമ്മളുടെ ഏറ്റവും മറ്റേ ആ ഒരു ജ്ഞാനൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട് എന്നാണ് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ആ ഒരു ഹയസ്റ്റ് ഫോമിലേക്ക് എത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് പറയുന്ന ബ്രാഞ്ചാണ് അല്ലെങ്കിൽ പറയുന്ന സ്കൂൾ ഓഫ് തോട്ടാണ് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് കോഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവ്. കോഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ മെന്റൽ പ്രോസസ്സ്, അതായത് തിങ്കിങ്, ഡിസിഷൻ മേക്കിങ്, പ്രോബ്ലം സോൾവിങ്, മെമ്മറി, അത്തരത്തിലുള്ള മെന്റൽ പ്രോസസ്സുകൾ, അതായത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടാണ് കോഗ്നിറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്. അതായത് എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് റിലീസ്ഡ് ആവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതേപോലെ നമ്മളുടെ ജെനറ്റിക്സ്, ഫിസിയോളജി, അതായത് ഹോർമോണൽ ഇൻഫ്ലുവൻസ്, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് നമ്മളുടെ ഈ ഒരു ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു സ്ട്രക്ചറലിസവും അതേപോലെ ബിഹേവിയറിസവും നമ്മളുടെ ഈ ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് തോട്ടുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്ട്രക്ചറലിസം ആണ്. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് നമ്മളുടെ സൈക്കോളജിയിലുള്ള ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? വില്യം വൂണ്ട് ആണ്. സോ നിങ്ങൾക്ക് ചോദിക്കാം, ഹൂ ഈസ് ദി ഫൗണ്ടർ ഓഫ് സ്ട്രക്ചറലിസം, അല്ലെങ്കിൽ ഹൂ സ്റ്റാർട്ടഡ് സ്ട്രക്ചറലിസം എന്നൊക്കെയുള്ള രീതിയിൽ എക്സാമിന് ചോദിക്കാം. സോ സ്ട്രക്ചറലിസം ഫൗണ്ട് ചെയ്തത് വില്യം വൂണ്ട് ആണ്. അദ്ദേഹമാണ് ഫസ്റ്റ് സൈക്കോളജി ലാബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. എവിടെയായിരുന്നു അത്? ജർമ്മനിയിലുള്ള ലിപ്സിംഗിൽ. അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും വില്യം വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള എഡ്വേർഡ് ബി തിഷ്ണർ ആണ് സ്ട്രക്ചറലിസം എന്നുള്ള ഒരു പേര് കോയിൻ ചെയ്തത്. ആ പേര് ഡിനോട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ് ഹൂ കോയിൻഡ് ദ ടേം സ്ട്രക്ചറലിസം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം വില്യം വൂണ്ട് അല്ല, എഡ്വേർഡ് ബി തിഷ്ണർ ആണ്. സോ അത്തരത്തിലുള്ള ആ ഒരു ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് വില്യം വൂണ്ടും തിഷ്ണറുമാണ്.
സോ ഈ ഒരു സ്ട്രക്ചറലിസത്തിന്റെ ഫോക്കസ് എന്തായിരുന്നു? നമ്മളുടെ മൈൻഡിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിനെ പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്ന കാര്യം എന്തൊക്കെ ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഒരാൾ എങ്ങനെയാണ്, അയാളുടെ ഫീലിങ്സ് എന്താണ്, അയാൾ ഇമേജസിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അയാളുടെ സെൻസേഷൻസ് എന്തൊക്കെയാണ്, അയാളുടെ ആ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണ്, അതിന് പിന്നിലുള്ള ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്താണ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളുടെ മനസ്സ്, നമ്മളുടെ ആ ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, മൈൻഡിന്റെ ആ ഒരു സ്ട്രക്ചർ എന്താണ്, ആ പേര് പറയുന്നത് പോലെ തന്നെ എന്തൊക്കെ കൊണ്ടാണ് ഈ മൈൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് സ്ട്രക്ചറലിസത്തിൽ മെയിൻലി പഠിക്കാനായിട്ട് നോക്കിയത്. സോ ഇവിടെ എന്താണ്, ഈ മൈൻഡിനെ പറ്റി പഠിക്കാനായിട്ട് ഇവർ യൂസ് ചെയ്ത മെത്തേഡ് എന്താണ്? ഇൻട്രോസ്പെക്ഷൻ ആണ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ എന്താണ് അവർ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ എന്താണ്, ഇപ്പൊ സുഗു ഇരിപ്പുണ്ട്, സുഗു ആണ് നമ്മളുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലൈന്റ് എന്ന് വെച്ചോളൂ. സുഗുവിനെ നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യും, അവരെ പറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്യും. സോ ഇവിടെ എന്താണ്, നമ്മൾ സുഗുവിന്റെ അടുത്ത് ഒരു ആപ്പിൾ കാണിച്ചിട്ട് ചോദിക്കും, ഇതെന്താണെന്ന് മനസ്സിലായോ? അപ്പൊ സുഗു ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങൾ എന്താ പറയുന്നത്, ഇത് ആപ്പിൾ ആണെന്ന് എനിക്കറിയാം, ആപ്പിളിന് റെഡ് കളറാണ്, ആപ്പിളിന്റെ ടേസ്റ്റ് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഭയങ്കര മധുരമുള്ള ഒരു ടേസ്റ്റ് ആണ്, ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പണ്ട് എന്താണ് എനിക്ക് എൻ്റെ അപ്പൂപ്പൻ ആപ്പിൾ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ അവരെന്ത് ചെയ്യും, ആ ഒരു കാര്യത്തെ പറ്റി, ഇപ്പം ആപ്പിൾ എന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അല്ലാണ്ട് ഓരോ ഇമോഷൻസിനെ പറ്റി അല്ലെങ്കിൽ വേറൊരാളെ പറ്റിയുള്ള അയാളുടെ ഇമോഷൻസ്, അത്തരത്തിൽ അവരെ കൊണ്ട് തന്നെ അവരുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ അവരുടെ കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റി സംസാരിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ മനസ്സിനെ പറ്റി പറയാൻ എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല, ഞാൻ തന്നെ പറയും, അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് ആലോചിച്ച് ഞാൻ ഉത്തരം പറയും, ഓക്കെ അതിതാണ്, ഇതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ ഞാൻ തന്നെ ചോദിച്ച് അല്ലെങ്കിൽ ഞാൻ തന്നെ അതിനെ കുറിച്ച് മനസ്സിലാക്കി ഉത്തരം പറയുന്നതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, ഒരാളുടെ കോൺഷ്യസ്നെസ്സിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ പറ്റി അതിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് നമ്മളുടെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്തത് ഈ പറയുന്ന സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. അതിനുശേഷം എന്ത് പറ്റി, ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ഫീൽഡായിട്ട് മാറുകയും ഫിലോസഫിയിൽ നിന്ന് മാറി സൈക്കോളജി ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്തത് ഈ ഒരു സ്ട്രക്ചറലിസത്തിന്റെ ഒരു സ്റ്റാർട്ടോടു കൂടിയാണ്. ഈ ഒരു സ്ട്രക്ചറലിസം ഫേസ് ചെയ്യുന്ന ഒരു ബിഗസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഹൈലി സബ്ജക്റ്റീവ് ആണ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ ആപ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും സുഗു ആപ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയും എന്താണ്, ഡിഫറെന്റ് ആയിരിക്കും. സോ അതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ്, എല്ലാവർക്കും ആപ്പിള് ഇഷ്ടമാണ് അല്ലെങ്കിൽ ആപ്പിളിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കുളിര് കോരും, അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഒരു 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 ജനറലൈസേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതായത് ഹൈലി സബ്ജക്റ്റീവ് ആണ്, ഓരോരുത്തർക്കും തോന്നുന്നത് പോലെയാണ്. അതേപോലെ എന്താണ്, ഈ ഒരു സ്ട്രക്ചറലിസം ആനിമൽസിലോ അല്ലെങ്കിൽ കുട്ടികളിലോ അല്ലാണ്ട് നമ്മളുടെ തന്നെയുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ തന്നെ അബോധ മനസ്സിലൊന്നും ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അവിടെ എന്താണ്, കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി കാര്യങ്ങളെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അപ്രോച്ചസുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റഡികൾക്കാണ് പിന്നീട് ഇമ്പോർട്ടൻസ് കിട്ടിയത്. ഇപ്പൊ എന്താണ്, സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് അങ്ങനെ യൂസ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ അധികം അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടാത്ത മൺമറഞ്ഞു പോയ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കുറച്ച് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് എന്താണ്, ഹൂ ഈസ് കൺസിഡർഡ് ആസ് ദി ഫാദർ ഓഫ് സ്ട്രക്ചറലിസം? അതാരാണ്? വില്യം വൂണ്ട് ആണ്. അതേപോലെ സ്ട്രക്ചറലിസത്തിനകത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറിലി യൂസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? നിങ്ങൾക്ക് പല ടെക്നിക്കുകളും തന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ തിരിഞ്ഞു പോകരുത്, സ്ട്രക്ചറലിസത്തിനകത്തിൽ ഇൻട്രോസ്പെക്ഷൻ ആണ്. അതേപോലെ ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തത് ആരാണ്?
വില്യം വൂണ്ട് ആണ്. അതേപോലെ അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുക, അത് ജർമ്മനിയിലുള്ള ലിപ്സിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേപോലെ ചിലപ്പോൾ എന്താണ് ഹൂ കോയിൻഡ് ദ ടേം സ്ട്രക്ചറലിസം, അത് എഡ്വേർഡ് ടിഷ്ണർ ആണ്. സോ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. സോ പിന്നെ അടുത്തത് ബിഹേവിയറിസം ആണ്. ബിഹേവിയറിസം എന്ന് പറയുന്നത് നമ്മളുടെ സൈക്കോളജിയിലുള്ള ഒരു സെക്കൻഡ് മേജർ സ്കൂളാണ്. ഇതിനു മുന്നേ സ്ട്രക്ചറലിസം കഴിഞ്ഞിട്ട് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് ഈ പറഞ്ഞതുപോലെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടാതെ ആരും അത്ര ശ്രദ്ധിക്കപ്പെടാതെ അങ്ങ് പോയി. പക്ഷെ പിന്നീട് ഒരുപാട് ഓളം സൃഷ്ടിച്ച ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. ബിഹേവിയറിസം അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റുകളിനകത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ജോൺ ബി വാട്സൺ, അതേപോലെ BF സ്കിന്നർ, ഇവാൻ പാവ്ലോവ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. സോ ഇവരാണ് ബിഹേവിയറിസത്തിനെ പറ്റി അല്ലെങ്കിൽ ബിഹേവിയറിസം മാനിഫെസ്റ്റോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജോൺ ബി വാട്സന്റെ ഒരു ബുക്ക് തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം ഹൂ റിട്ടൺ ദ ബുക്ക് ബിഹേവിയറിസം മാനിഫെസ്റ്റോ. സോ അദ്ദേഹം പറയുന്നത് എന്താണ്, സൈക്കോളജി എന്ന് പറയുന്നത് ആസ് ദ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഇറ്റ്, അതായത് ഒരാൾ എങ്ങനെയാണോ അത് കാണുന്നത് അതാണ് സൈക്കോളജി. അതല്ലാണ്ട് അതിന്റെ പിന്നിലുള്ള അൺകോൺഷ്യസിനെ പറ്റിയോ അത്തരം കാര്യങ്ങളെ പറ്റിയോ ഒന്നും പഠിക്കണ്ട എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. അതേപോലെ ഡിഫറെന്റ് കണ്ടീഷനിങ്ങിനെ പറ്റി, അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യങ്ങൾ പഠിക്കുന്നത്, അതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡിഫറെന്റ് കണ്ടീഷനിങ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പേറൻ കണ്ടീഷനിങ്ങും. സോ ഒപ്പേറൻ കണ്ടീഷനിങ്ങിനെ പറ്റി റിസർച്ച് നടത്തിയ ആളാണ് BF സ്കിന്നർ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ പറ്റി സ്റ്റഡി നടത്തിയ ആളാണ് ഇവാൻ പാവ്ലോവ്. സോ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ സൈക്കോളജിയിൽ ബിഹേവിയറിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന. ഇപ്പൊ സുഗുന് എന്താണ് ദേഷ്യമുണ്ട്, നമ്മൾ നോക്കുമ്പോൾ സുഗു ദേഷ്യക്കാരനാണ്. സുഗുവിന്റെ ദേഷ്യം എന്താണ്, ഭയങ്കര ദേഷ്യമാണ്. നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സുഗുവിന് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്, അല്ലെങ്കിൽ എക്സ്ട്രീം ദേഷ്യമാണ്. അത് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഈ ബിഹേവിയർ എന്ന് പറയുന്നത്, ഓരോ ആൾക്കാരുടെയും ബിഹേവിയർ എന്ന് പറയുന്നത് അവരുടെ എൻവിയോൺമെന്റ്, അതായത് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും അവർ എക്സിസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുമാണ് അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. വേറൊരു കാര്യവും ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. സോ ഇതിനകത്തിലുള്ള കീ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബിഹേവിയറിസത്തിനകത്തിൽ പറയുന്ന കീ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ ബിഹേവിയർ എന്ന് പറയുന്നതും ലേൺഡ് ആണ്. നമ്മൾ കാണിക്കുന്ന സകല ബിഹേവിയേഴ്സും ലേൺഡ് ആണ് എന്നാണ് ഈ ഒരു ബിഹേവിയറിസത്തിനകത്തിൽ പറയുന്നത്. സോ ഈ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്റ്റിമുലസിനെയും റെസ്പോൺസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത് അതൊരു സ്റ്റിമുലസ് ആണ്. ഇപ്പൊ അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് അതെന്താണ്? അതൊരു സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസിനോട് ഇപ്പം അടുക്കളയിൽ മറ്റേലും ബിരിയാണി ഉണ്ടാക്കുന്നു, ബിരിയാണിയുടെ മണം നിങ്ങൾക്ക് വരുന്നു. ആ മണം എന്താണ്? ഒരു സ്റ്റിമുലസ് ആണ്. ആ മണത്തിന് നിങ്ങൾ കൊടുക്കുന്ന റെസ്പോൺസ്, നിങ്ങൾ എന്താണ് ക്ലാസ് ഇവിടെ നിർത്തി വെച്ചിട്ട് ബിരിയാണി കഴിക്കാൻ പോകുന്നു, അത് നിങ്ങൾ കാണിക്കുന്ന റെസ്പോൺസ് ആണ്. അതായത് നിങ്ങളുടെ ആ ഒരു സ്റ്റിമുലസും ആ സ്റ്റിമുലസിനോട് നമ്മൾ കാണിക്കുന്ന റെസ്പോൺസും ആണ് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരാളുടെ ബിഹേവിയറിനെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അയാൾ ഓരോ സ്റ്റിമുലസുകളോടും ഓരോ കൈൻഡ് ഓഫ് സ്റ്റിമുലസുകളോടും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അതാണ് ബിഹേവിയറിസത്തിനകത്തിൽ പറയുന്നത്. സോ ഈ ലേണിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള കണ്ടീഷനിങ്ങിൽ കൂടി, രണ്ട് തരത്തിലാണ് നമ്മൾ കാര്യങ്ങളെ പഠിക്കുന്നത് എന്നാണ് മെയിൻലി പറയുന്നത്. സോ ഇതിനകത്തുള്ള മെയിൻലി രണ്ട് കണ്ടീഷനിങ്, മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് നമുക്കുള്ളത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പേറൻ കണ്ടീഷനിങ്ങും. ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രപ്പോസ് ചെയ്ത ആള് ഇവാൻ പാവ്ലോവ് ആണ്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ നമ്മൾ ലേണിംഗ് ബൈ അസോസിയേഷൻ എന്നും പറയാറുണ്ട്. സോ എന്താണ് ആ കാര്യം എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അതേപോലെ ഒപ്പേറൻ കണ്ടീഷനിങ്ങിനെ പറ്റി റിസർച്ച് നടത്തിയത് BF സ്കിന്നർ ആണ്. BF സ്കിന്നറിന്റെ ഈ ഒരു ഒപ്പേറൻ കണ്ടീഷനിങ്ങിനെ നമ്മൾ ലേണിംഗ് ത്രൂ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ലേണിംഗ് ത്രൂ പണിഷ്മെന്റ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. സോ ഇത്തരത്തിലുള്ള രണ്ട് കണ്ടീഷനിങ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.
ആദ്യത്തേത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രപ്പോസ് ചെയ്ത ആരായിരുന്നു? ഇവാൻ പാവ്ലോവ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ജനിച്ച സമയത്ത് എല്ലാ സ്റ്റിമുലസുകൾക്കും എന്താണ്, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇപ്പം ജനിച്ച് വീണ ഒരു കുട്ടിക്ക് അടുക്കളയിൽ പാത്രത്തിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വ്യത്യാസം വരാനായിട്ട് പോവോ? അത്തരത്തില് ഒരു കാര്യം എന്താണ്, അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. പിന്നീട് പല പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടാണ് നമ്മൾ പാത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ ബിരിയാണിയുടെ മണമാണ് ഈ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും എന്താണ്, ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് കാണും. സോ ഈ ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ഫിസീഷ്യൻ ആയിരുന്നു. അദ്ദേഹം ഡോഗുകളിലാണ് സ്റ്റഡി നടത്തിയത്. സോ അദ്ദേഹം സ്റ്റഡി നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ സലൈവയും ഡൈജഷനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഡോഗ്സിൽ സ്റ്റഡി നടത്തിയത്. അങ്ങനെ അദ്ദേഹം ഡോഗ്സിനെ എടുക്കുകയും അവരുടെ വായിൽ ചെറിയൊരു സർജറി നടത്തി ഈ ഫുഡ് കാണുമ്പോൾ എത്രത്തോളം സലൈവ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഉപകരണം അവരുടെ വായിൽ ഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. സോ അങ്ങനെയാണ് ആ ഒരു കാര്യമായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു എക്സ്പെരിമെന്റ്, ആ ഒരു സ്റ്റഡി നടത്തുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് വളരെ കൗതുകകരമായ ഈ ഒരു കാര്യം മനസ്സിലായത്. അതായത് ആ ഒരു ഡോഗിന് കണ്ടീഷനിങ്ങിന് മുന്നേ ഇപ്പൊ ഒരു ഡോഗിന്റെ മുന്നിലേക്ക് ഫുഡ് കൊണ്ട് വെക്കുകയാണ്, ഡോഗ് എന്നല്ല വേറെ ഏതൊരു മനുഷ്യന്റെ മുന്നിലേക്കും നമ്മൾ ഫുഡ് കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റെസ്പോൺസ് എന്തായിരിക്കും? സലൈവേറ്റ് ചെയ്യണം. ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സലൈവ വരുന്നുണ്ട്. സോ അതെന്താണ്, നമ്മളുടെ ഒരു റെസ്പോൺസ് ആണ്. സോ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ഒന്നും ചെയ്യണ്ട, ഫുഡ് വെറുതെ നമ്മുടെ മുന്നിൽ വന്നിരുന്നാൽ തന്നെ നമുക്ക് സലൈവ വരാനായിട്ട് തുടങ്ങും. സോ ആ ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. ആ ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസിന് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് ആണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. വെറുതെ ഫുഡ് മുന്നിൽ വന്നിരുന്നാൽ തന്നെ നമ്മുടെ വായിൽ നിന്ന് വെള്ളമൊക്കെ ഊറി നമ്മളിങ്ങനെ അതൊക്കെ വെക്കും. അതാണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒന്നും ചെയ്യണ്ട. അതേസമയം ഞാനിപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ബെല്ലടിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കൊതിയൊന്നും തോന്നിയില്ല, ബെല്ലടിച്ചു. അതെന്താണ്? ആ ബെല്ലെന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നിയില്ല. അതേസമയം നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ബെല്ലടിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഫുഡ് കൊണ്ട് തന്നു. സോ ഞാൻ എന്ത് ചെയ്തു? ഫുഡ് കാണുമ്പോൾ ഓഫ് കോഴ്സ് സലൈവേറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ ഒരു 48 തവണ അല്ലെങ്കിൽ ഒരു 365 തവണ നിങ്ങൾ ഈ ഒരു ബെല്ലടിച്ചു ഫുഡ് തന്നു അങ്ങനെ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു? അതാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ ബെല്ലടിച്ചിട്ട് ഫുഡ് തരുന്നു, അതാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇവിടെ ബെല്ലെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു. അങ്ങനെ നിങ്ങളൊരു 365 തവണ ഈ ഒരു ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി, ബെല്ല് കേട്ടാൽ തന്നെ വിശപ്പ് തുടങ്ങി, അല്ലെങ്കിൽ കൊതി വരാനായിട്ട് തുടങ്ങി, സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ബെല്ല് മാത്രം മതി നമുക്ക് പിന്നീട് ഒരു റെസ്പോൺസ് കാണിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് എന്താണ് കേൾക്കുമ്പം അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നും തോന്നിയാൽ പോലും ഇത് സത്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ. അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫുഡ്. ഇവിടെ ഡോഗിന് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഫുഡ് കണ്ട നമ്മൾ കാണിക്കുന്ന റെസ്പോൺസ് എന്താണ്? സലൈവേറ്റ് ചെയ്യുക. അതൊരു അൺകണ്ടീഷൻഡ് റെസ്പോൺസും ആണ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ്, ഒരു ബെല്ലടിച്ചു, അതൊരു നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്തു. ബെല്ല് ഫുഡ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഈ സലൈവേഷൻ എന്ന് പറയുന്നത് ഡോഗിനെ വെച്ചാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് മനുഷ്യരിലേക്ക് വരുമ്പോഴെന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും മനുഷ്യരിലും സെയിം തന്നെ. അതായത് ഫുഡ് കാണുമ്പോൾ നമ്മൾക്ക് സലൈവേറ്റ് ചെയ്യും. അതായത് സ്കൂളിലേക്കും കോളേജുകളിലേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചു, പിന്നെ പഠിക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് അതുവരെ ഇല്ലാത്ത വിശപ്പാണ്. പിന്നെ ടീച്ചർ പറയുന്ന ഒരു സെന്റൻസ് പോലും എഴുതാനും പറ്റത്തില്ല, ശ്രദ്ധിക്കാനും പറ്റത്തില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മളെ സലൈവേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ എന്താണ്, നമുക്ക് പിന്നെ ഭയങ്കര വിശപ്പാണ്. ആ ബെല്ല് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കപ്പുറതില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബെല്ലടിക്കും, നമ്മളിങ്ങനെ നോക്കിയിരിക്കും, ഇപ്പൊ ബെല്ലടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചോറുപാത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിടെ നമ്മളെ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? റിപ്പീറ്റഡ് ആയിട്ട് കണ്ടീഷൻ ചെയ്യുകയാണ് ചെയ്തത്.
അപ്പൊ സ്കൂളിൽ നടത്തിയത് എന്തായിരുന്നു? ഒരു കണ്ടീഷനിങ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും നമ്മൾ എന്താണ്, കൃത്യം 1 മണിക്ക് തന്നെ ചോറുണ്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. എന്താണ്, നമ്മൾ കണ്ടീഷൻഡ് ആയിട്ട് വന്നേക്കാണ്. സോ ഈ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യം 1 മണിക്ക് ബിഹേവിയർ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ കൃത്യം 1 മണിക്ക് നമുക്ക് എന്തെന്നില്ലാത്ത വിശപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണ്. സോ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല തരത്തില് സൈക്കോളജിയിൽ ഫോബിയാസ് അല്ലെങ്കിൽ ആങ്സൈറ്റിയെ ട്രീറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് മേഖലയിൽ നമ്മൾ എന്താണ്, പേസ്റ്റിന് പകരം കോൾഗേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബ്രാൻഡ് നെയിം അങ്ങനെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടീഷൻഡ് ആയതുകൊണ്ടാണ്. സോ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ സൈക്കോളജിയിൽ ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ട് ഉള്ളത്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നിങ്ങൾ ഓർക്കേണ്ട പേരാണ് ഇവാൻ പാവ്ലോവ്. അതേപോലെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, ന്യൂട്രൽ സ്റ്റിമുലസ് പിന്നീട് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി മാറുകയും അതെന്താവും, ഒരു കണ്ടീഷൻഡ് റെസ്പോൺസിലേക്ക്, അതായത് കണ്ടീഷൻ ആ ഒരു ബെല്ലടിച്ചു എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ സലൈവേറ്റ് ചെയ്യാനും സ്റ്റാർവ് ചെയ്യാനും ഒക്കെ തുടങ്ങുന്നതാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഒപ്പേറൻ കണ്ടീഷനിങ് ആണ്. ഇതും മറ്റൊരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. ഇത് പ്രപ്പോസ് ചെയ്തത് BF സ്കിന്നർ ആണ്. BF സ്കിന്നർ എന്താണ് ചെയ്തത്? നമ്മൾ ഒരു ബിഹേവിയർ പഠിക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ്, അതായത് നമ്മൾക്ക് കിട്ടുന്ന പ്രചോദനത്തിന്റെയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പണിഷ്മെന്റിന്റെയും ബേസിസിലാണ് നമ്മൾ പല ബിഹേവിയേഴ്സും പഠിക്കുന്നത് എന്നാണ് BF സ്കിന്നർ പറയുന്നത്. സോ അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് നടത്തിയത് ഇവാൻ പാവ്ലോവ് ഡോഗ്സിലാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ സ്കിന്നർ പഠിച്ചത് റാറ്റിലാണ്. സോ ഈ ഒരു കീ എക്സ്പെരിമെന്റിൽ അദ്ദേഹം റാറ്റിനെ ഒരു കൂട്ടിനകത്തിൽ ഇട്ടിരുന്നു. ആ റാറ്റ് എന്താണ്, കണ്ടിന്യൂസ്ലി വിശന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു വെപ്രാളത്തിനിടയിൽ ആ ഒരു ബോക്സിനകത്തിൽ ഒരു ലിവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ഞെക്കി കഴിയുമ്പോൾ ഫുഡ് ആ ഒരു പാത്രത്തിലേക്ക് വന്ന് വീഴും. സോ ആ റാറ്റ് എന്ത് ചെയ്തു? റാറ്റ് പഠിച്ചു ആ ലിവറിൽ ഞെക്കി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും എന്നുള്ളത് പഠിച്ച് ആ റാറ്റ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? വിശക്കുമ്പോഴെല്ലാം വന്ന് ആ ലിവറിൽ പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ലിവറിൽ നിന്ന് ഫുഡ് കിട്ടുന്നത് മാറ്റിയിട്ട് ലിവറിൽ ടച്ച് ചെയ്താൽ ഷോക്ക് കിട്ടും എന്നുള്ള ഒരു രീതിയിലാക്കി. സോ റാറ്റ് ഓടി വന്ന് ലിവറിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ റാറ്റിന് ഷോക്ക് കിട്ടി. പിന്നീട് ഒരു വട്ടം പോലും റാറ്റ് ചെന്നിട്ട് ആ ഒരു ബിഹേവിയർ, ആ ലിവറിൽ പ്രസ് ചെയ്യുന്ന ബിഹേവിയർ കാണിച്ചില്ല. സോ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഹേവിയേഴ്സ് വീണ്ടും വീണ്ടും കാണിക്കും. പണിഷ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബിഹേവിയർ പിന്നെ കാണിക്കത്തതുമില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ബിഹേവിയറും ലേൺ ചെയ്യുന്നത് എന്നാണ് സ്കിന്നർ പറഞ്ഞത്. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റിനെയും പണിഷ്മെന്റിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ടേം എവിടെ വന്നാലും അതെന്താണ്, ഒരു ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ, നല്ല അടിപൊളി പിള്ളേരാണ് നിങ്ങൾ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണ്? അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് വന്ന് വാവു തരുവാണ്, ഓ നിങ്ങൾ വാവു ആയിട്ടുള്ള പിള്ളേരാണ്, മറ്റേ അടിപൊളി പിള്ളേരാണ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതേപോലെ എന്താണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ സത്യത്തിൽ എന്താണ് പഠിക്കാനായിട്ടിരിക്കുമ്പം വേറെ ആരെങ്കിലും വന്ന് TV വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജുകൾ വരും. സോ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ അങ്ങ് ഡിസ്ട്രാക്ഷൻ ആണെന്നേ. ഇത് മനസ്സിലാക്കിയ ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ പഠിക്കാനായിട്ട് വന്നിരുന്നപ്പോൾ ആരെങ്കിലും വന്ന് TV വെച്ചാൽ ഞാൻ ആ TV ഓഫ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിനകത്തില് നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഞാൻ അങ്ങ് മാറ്റും, അല്ലെങ്കിൽ ആ ഒരു സാധനം ഞാൻ അങ്ങ് എടുത്തോണ്ട് പോകും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി? കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റി. സോ അവിടെ എന്താണ്, പേരിൽ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ, സത്യത്തിൽ സംഭവം എന്താണ്, പോസിറ്റീവ് ആണ്. ആ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എന്തോ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനം, നിങ്ങളെ പഠിക്കാൻ സമ്മതിക്കാണ്ടിരുന്ന അൺപ്ലസന്റ് ആയിട്ടൊരു സാധനത്തിനെ ഞാൻ റിമൂവ് ചെയ്ത് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റി. അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എവിടെ വന്നാലും ഒരു ബിഹേവിയർ വീണ്ടും വീണ്ടും കാണിക്കാനുള്ള സാധ്യതയാണ് അവിടെ കൂടുന്നത്. അതേസമയം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ബിഹേവിയർ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ബിഹേവിയർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കാനുള്ള ഒരു സാധനമാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് പണിഷ്മെന്റും ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നതിനകത്തിൽ പേരിൽ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, സംഭവം എന്താണ്,
നല്ല ചുട്ട അടി തരുവാണല്ലോ എന്നുണ്ടെങ്കിൽ ചെവിക്ക് പിടിച്ച് ഇങ്ങനെ രണ്ട് കിഴുക്ക് തരുവാണ്, മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം, പഠിക്കാനായിട്ട് ഇരിക്കുമ്പോ ഇവിടെ ഇരുന്ന് ഫോണും നോക്കൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞ് ഞാൻ വന്ന ഒരൊറ്റ അടി തരുമ്പോ അതെന്താണ്, അതൊരു അൺപ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. സോ നിങ്ങൾ എപ്പോൾ പഠിക്കാനിരുന്നാലും ഞാൻ പുറകിൽ നിന്ന് വന്നു അടിച്ചാലോ എന്ന് പേടിച്ച് നിങ്ങൾ മര്യാദയ്ക്കിരുന്ന് പഠിക്കും. അതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുകയായിരുന്നു, സോ നിങ്ങൾ പഠിക്കുകയല്ല എന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത് പറയും, സോ നിങ്ങൾ പഠിക്കുമല്ല അല്ലേ, ഇന്ന് നിനക്കിനി ഫോൺ ഞാൻ തരത്തില്ല, അല്ലെങ്കിൽ ഇന്ന് ഫോൺ ഇനി കാണണ്ട, ഇത്രയും ഫോൺ കണ്ടാ മതി എന്നും പറഞ്ഞ് ഞാൻ ഫോണും കട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ടി വിയും കട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അത് ചെയ്യാൻ സമ്മതിക്കാത്തതിനെയാണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. സോ ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്തോണ്ട് പോവും എന്നുള്ള കാര്യം ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നോക്കും. ഇതിന് ഡിഫറെന്റ് ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിനകത്തിൽ ഇങ്ങനെ കണ്ട ഒരു വീഡിയോ ഉണ്ട്. ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു, എല്ലാ പിള്ളേരും ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിന്ന് ഇരുന്ന് പഠിക്കുന്നു. പക്ഷെ എന്നിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കാണിക്കും, എല്ലാവരുടെയും ഫോൺ ഇങ്ങനെ ടീച്ചർ മേടിച്ച് വെച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്യാണ്, ഒരു ചുറ്റിക വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചുറ്റിക വെച്ച് ഈ സാധനം അടിച്ച് പൊട്ടിക്കും, ഫോൺ അടിച്ച് പൊട്ടിക്കും. അത് ഓർത്തിട്ടാണ് പിള്ളേര് പഠിച്ചത്. സോ അതെന്താണ്, ഒരു നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. പിന്നെ അടിക്കുക, അതേപോലെ നുള്ളുക, പിച്ചുക, വഴക്ക് പറയുക, ഇതൊക്കെ എന്താണ്, പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളെ പഠിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു സാധനത്തിനെ ഞാൻ അത് റിമൂവ് ചെയ്ത് മാറ്റുന്നത്, അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ ഞാൻ റിമൂവ് ചെയ്ത് മാറ്റുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ നിങ്ങൾക്ക് ക്ലാപ്പ് തരുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ 5 സ്റ്റാർ തരുന്നു, മുട്ടായി തരുന്നു, അതൊക്കെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സ്കെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. സ്കെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റിനകത്തിൽ വരുന്നതാണ് ഫിക്സഡ് റേഷ്യോ, വേരിയബിൾ റേഷ്യോ, ഫിക്സഡ് ഇന്റർവെൽ റേഷ്യോ, വേരിയബിൾ ഇന്റർവെൽ റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അതായത് ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എത്ര തവണ ഫസ്റ്റ് റാങ്ക് മേടിച്ചാലും അപ്പോഴെല്ലാം ഞാൻ നിങ്ങൾക്ക് വന്ന് മുട്ടായി തരും, അതാണ് ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വേരിയബിൾ റേഷ്യോ ആണ്. വേരിയബിൾ റേഷ്യോ എന്ന് പറയുന്നത്, ഞാൻ ചിലപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ചില സമയത്ത് മുട്ടായി തരും, ചില സമയത്ത് ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ ഫസ്റ്റ് റാങ്ക് മേടിച്ചാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, അതാണ് വേരിയബിൾ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഫിക്സഡ് ഇന്റർവെൽ ആണ്. ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്, നിങ്ങൾ 5 തവണ ഒരേ 5 തവണ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് മേടിച്ചു, സോ 5 തവണ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് റാങ്ക് മേടിച്ചപ്പോൾ ഞാൻ നിങ്ങളെ വണ്ടർലായിൽ കൊണ്ടുപോയി, അതാണ് ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അതായത് കൃത്യമായ ഇടവേളകളിൽ, അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ നമ്മൾ വണ്ടർലായിൽ പോവും. പിന്നെ അടുത്തയാണ് വേരിയബിൾ ഇന്റർവെൽ. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 1 മാസം കൂടുമ്പോൾ ഞാൻ നിങ്ങളെ വണ്ടർലായിൽ കൊണ്ടുപോകും, ചിലപ്പം 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും കൊണ്ടുപോവുക. അങ്ങനെ നിങ്ങൾക്ക് എപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമെന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് വേരിയബിൾ ഇന്റർവെൽ. ഫിക്സഡ് ഇന്റർവെലും വേരിയബിൾ ഇന്റർവെലും ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്താണ്, കൃത്യം 1 മാസം കൂടുമ്പോൾ നമ്മളുടെ സാലറി ഒക്കെ എന്താണ്, ഫിക്സഡ് ഇന്റർവെൽ ആണ്, കൃത്യം 1 മാസം കഴിയുമ്പോൾ സാലറി കിട്ടും. വേരിയബിൾ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കും, എന്തെങ്കിലും ഒക്കെ തരുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ജോലി ചെയ്യത്തില്ലേ, അതാണ് വേരിയബിൾ ഇന്റർവെൽ എന്ന് പറയുന്നത്. ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഇപ്പം ഇത്ര ക്ലയന്റിനെ, ഇപ്പം ചില ആൾക്കാർക്ക് ചില ഈ ടാർഗറ്റ് ഒക്കെ കാണുമല്ലോ, 10 ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ സാലറി ഇത്ര കൂടും, അതാണ് ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത്. വേരിയബിൾ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അങ്ങനെ കണക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരാളെ ചേർത്താലും സാലറി കൂടും, ചിലപ്പോൾ 10 പേരെ ചേർത്താലായിരിക്കും സാലറി കൂടുന്നത്, അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതാണ് വേരിയബിൾ റേഷ്യോ എന്ന് പറയും. ഇത് നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന, മറ്റേ കുട്ടികൾക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടാനും അതേപോലെ ഒരാളുടെ ബിഹേവിയർ മാറ്റാനും, ആനിമൽ ട്രെയിനിങ്ങിൽ നമ്മൾ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഓരോ തവണയും ഇങ്ങനെ എന്തെങ്കിലും ട്രീറ്റ് കൊടുത്ത് നമ്മൾ ആനിമൽസിനെ ട്രെയിൻ ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള സ്കെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ബിഹേവിയറിസത്തിന്റെ ഒപ്പേറന്റ് കണ്ടീഷനിങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണ്.
പിന്നെ ഈ ഒരു ബിഹേവിയറിസത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ബിഹേവിയറിസം എന്തിനെയാണ് പഠിക്കുന്നത്? നമ്മളുടെ ഒബ്സർവബിൾ ബിഹേവിയറിനെ ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ബിഹേവിയറിസം ഒബ്സർവബിൾ ബിഹേവിയറിനെ പറ്റിയാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനെ പറ്റി അല്ല പഠിക്കുന്നത്? മെന്റൽ പ്രോസസ്സിനെ പറ്റി അല്ല പഠിക്കുന്നത്. ഒപ്പേറന്റ് കണ്ടീഷനിങ് പ്രപ്പോസ് ചെയ്ത ആൾ ആരാണ്? സ്കിന്നർ ആണ്. അതേപോലെ ബിഹേവിയറിസ്റ്റ് കോൺസെപ്റ്റിനകത്തിൽ വരാത്തത് എന്താണ്? ഇൻട്രോസ്പെക്ഷൻ ആണ്. ഇൻട്രോസ്പെക്ഷൻ എവിടെയായിരുന്നു വരുന്നത്? സ്ട്രക്ചറലിസത്തിലായിരുന്നു. അതേപോലെ ലിറ്റിൽ ആൽബർട്ട് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. ആ എക്സ്പെരിമെന്റ് ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് വാട്സൺ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബിഹേവിയറിസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു ബിഹേവിയറിസം വരെ നന്നായിട്ട് വായിച്ചു നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. സോ ജസ്റ്റാൾ സൈക്കോളജിയും മറ്റ് ബ്രാഞ്ചസും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ടിൽ ദെൻ